നായർ, CP രാധാകൃഷ്ണൻ നായർ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു. എൻ്റെ ഔദ്യോഗിക നിർവഹണത്തിന് ശേഷം റിട്ടയർമെൻ്റ് ലൈഫിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. എൻ്റെ കുടുംബക്ഷേത്രം എന്നുള്ള നിലയിലാണ് ഞാൻ ഈ ഉത്തരവാദിത്വം ഇപ്പോൾ നിറവേറ്റുന്നത്. ആയിക്കുടി ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രം കടക്കാവൂർ ദേശത്തെ വളരെ പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാകുന്നു. ഈ ദേശത്തിൻ്റെ വികാസവും ചരിത്രവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഒരു ക്ഷേത്രമാണ് ആയിക്കുടി ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം. ഏകദേശം 800 വർഷത്തിലധികം പഴക്കമുള്ളതായിട്ടാണ് വിശ്വാസം. മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ നാട്ടുരാജ്യങ്ങളായിരുന്ന സമയത്ത് ഈ ക്ഷേത്രം ഈ നാട്ടുരാജാക്കന്മാരുടെ സേവകരായിട്ട് വന്ന അന്നത്തെ ഗുരുസ്ഥാനീയരും ഒക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യകാല വിശ്വാസികളായിട്ട് പ്രവർത്തിച്ചതും ആദ്യകാല കുടുംബമായിട്ട് പ്രവർത്തിച്ചതും. ആയിക്കുടി കുടുംബം എന്ന് പറയുന്നത് 2 തായ് വഴികൾ ചേർന്ന ഒരു കുടുംബമാണ്. ചെറുമണി, ആയിടം, പിന്നീടത് ചെറുമണി തന്നെ 2-3 തായ് വഴികളായി മാറി, ആയിടം 2 തായ് വഴികളായി മാറി. അങ്ങനെ വളരെയധികം ഒരു ചരിത്ര പ്രാധാന്യം ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചുണ്ട്. രാജഭരണകാലത്ത് അന്നത്തെ രാജഭരണത്തിനാവശ്യമായ യോദ്ധാക്കളെയും മാത്രമല്ല ഒരു ദേശത്തിൻ്റെ ആധ്യാത്മിക വികസനത്തിന് വേണ്ടുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു ആധ്യാത്മിക കായിക പരിശീലനം കൂടിയായിരുന്നു ഞങ്ങളുടെ ഈ കളരി. ആയിക്കുടി കളരി എന്നന്ന് പറയും. ഇന്നറിയാം, ഇവിടെ കളരി സ്ഥാനമുണ്ട്, ശ്രീമൂല സ്ഥാനമുണ്ട്. ഞങ്ങളുടെ കളരി ദേവത ഇന്ന് ഇവിടെ നടന്ന ഉത്സവത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നതും ഞങ്ങളുടെ ആ പഴമയെ ഞങ്ങൾ ഇപ്പോഴും ഊട്ടിയുറപ്പിക്കുന്നതുമായുള്ള ചടങ്ങുകൾ നിങ്ങളേവരും കണ്ടു കാണും. ഈ ചടങ്ങുകൾ ഞങ്ങളുടെ പൗരാണികതയിലേക്ക് ഞങ്ങളുടെ ആ ഓർമ്മകളെ കൊണ്ടുപോകുക. ക്ഷേത്രം ഇന്നത്തെ നിലയിലേക്ക് വന്നത് 1978-79 കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് വളരെയധികം നാശനഷ്ടമുണ്ടാക്കിയ ഒരു വെള്ളപ്പൊക്കമുണ്ടായിരുന്നു. അതുവരെ ഈ ക്ഷേത്രം പുരാതനമായ രീതിയിൽ കലമാൻ കൊമ്പും പീഠവും പട്ടും വെച്ച് പൂജിക്കുന്ന ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൽ ക്ഷേത്രത്തിന് ചില കേടുപാടുകൾ സംഭവിക്കുകയും, നമുക്കറിയാം ഒരു ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ നമ്മളുടെ ദേവപ്രശ്നം വയ്ക്കും. ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് ഞങ്ങളുടെ ഈ ക്ഷേത്രം ദേവിയെ ശിലാരൂപത്തിൽ ആരാധിക്കാൻ തുടങ്ങണം. വളരെയധികം പഴക്കമുള്ളത് കൊണ്ട്, ജീർണത ബാധിച്ചതുകൊണ്ട് ആ സങ്കേതത്തെ പുതുതാക്കി ചൈതന്യവൽക്കരിച്ചിട്ട് താന്ത്രിക വിധി പ്രകാരം ഇതിനെ ഒരു ക്ഷേത്രമായിട്ട് ശിലാവിഗ്രഹം പ്രതിഷ്ഠിച്ച് നിത്യപൂജ നടത്തുന്ന ഒരു ക്ഷേത്രമായിട്ട് രൂപമെടുക്കണമെന്നാണ് ദേവഹിതം എന്ന് തെളിയുകയുണ്ടായി. തൽഫലത്തിൽ അന്നത്തെ കാരണവന്മാരെല്ലാവരും കൂടി യോജിച്ച് ഞങ്ങളുടെ എല്ലാ തറവാടങ്ങളുമായിട്ട് യോജിച്ച് ഇതൊരു തറവാട് ക്ഷേത്രമാണെങ്കിൽ തന്നെയും ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളൊരു സംഗതി, ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞു കടക്കാവൂർ ദേശത്തെ സംബന്ധിച്ചൊരു വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാകുന്നു. വിശ്വാസികൾ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ വന്ന് ആരാധന നടത്തുന്നു. നാട്ടുകാരുടെയും കൂടി നല്ല സഹകരണത്തോടു കൂടിയാണ് ഈ ക്ഷേത്രം പ്രവർത്തിച്ചു പോരുന്നത്. കുടുംബക്ഷേത്രമാണെങ്കിൽ പോലും എല്ലാവർക്കും വന്ന് ആരാധന നടത്താൻ ഉള്ള ഒരു സൗകര്യവും അവർക്ക് അതിൽ വിശ്വാസവുമുള്ള ഒരു ജനതയാണ് ഇതിന് ചുറ്റും വർത്തിക്കുന്നത്. ഇന്നത്തെ ക്ഷേത്രഭരണം നടത്തുന്നത് ക്ഷേത്ര ട്രസ്റ്റാണ്. 2019 ഞങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ചത്. 2080 കാലഘട്ടത്തിൽ ശിലാവിഗ്രഹത്തിലേക്ക് വന്നു. ഉപദേവത പ്രതിഷ്ഠകളൊക്കെ നടന്നു. പ്രധാന ദേവത ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ശ്രീ ചാമുണ്ടേശ്വരിയാണ്. നമുക്കറിയാം, ചാമുണ്ടേശ്വരി എന്ന ആ ഒരു ദേവത ശക്തിയുടെ രൂപമാണ്. അമ്മയാണെല്ലാം. അമ്മ ശക്തിയാണ്, അമ്മ ജ്ഞാനമാണ്, അമ്മ വരദായിനിയാണ്, അമ്മ എല്ലാ അഭയവുമാണ്. ആ കണക്കിന് ഞങ്ങളുടെ എല്ലാം വിശ്വാസവും ഇന്നും ഞങ്ങളുടെ പ്രത്യക്ഷത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതും ഞങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടിരിക്കുന്ന കാര്യം, അമ്മ ഞങ്ങളുടെ എല്ലാമാകും. അത് നാട്ടുകാർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. വളരെയധികം ഭക്തർ ആരാധനയോടെ വന്ന് അവരുടെ വിശ്വാസങ്ങളും അവരുടെ സങ്കടങ്ങൾക്കുമെല്ലാം ഒരു നിവൃത്തി ഉണ്ടാക്കുന്ന ഒരു ആശ്വാസ കേന്ദ്രം, ഒരു ആധ്യാത്മിക ആശ്വാസ കേന്ദ്രമായിട്ടാണ് ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. ഇവിടെ വിദ്യാരംഭം നടക്കുന്ന സമയത്ത് വളരെയധികം കുട്ടികളെ കൊണ്ടുവന്ന് വിദ്യാരംഭം നടത്തുക, അതുപോലെ തന്നെ ഈ ഉത്സവ പൂജകളിലൊക്കെ വളരെയധികം നല്ല രീതിയിൽ അവരുടെ പങ്കാളിത്തമൊക്കെ ഉണ്ടാകുക, ഇതെല്ലാം വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ്.
ഇന്ന് ക്ഷേത്രഭരണം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് നമുക്ക് പറയാം. ക്ഷേത്രം അതിൻ്റെ പൗരാണികത നിർത്തിക്കൊണ്ട് തന്നെ ആരാധനാ ശൈലികളും ആരാധന രീതികളും വിശ്വാസ പ്രമാണങ്ങളും ഒന്നും ഒരു കോട്ടവും കൂടാതെ ഈ ക്ഷേത്രം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഈ കുടുംബ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഒരു ചുമതലയാകുന്നു. അതനുസരിച്ചാണ് ഞങ്ങൾ ഇന്ന് പ്രവർത്തിച്ചു വരുന്നത്. ദൈനംദിന കാര്യങ്ങളിൽ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനുണ്ട്. അതുകൂടാതെ ഈ ഉത്സവ പൂജ എല്ലാ കുടുംബാംഗങ്ങളുടെയും എല്ലാ നാട്ടുകാരുടെയും നല്ല ഭക്തരുടെയും എല്ലാം പാർട്ടിസിപ്പേഷൻ, എല്ലാവരുടെയും നല്ല പങ്കാളിത്തത്തോടുകൂടി ഈ 3 ദിവസം ദേവിയുടെ ഉത്സവം നല്ല രീതിയിൽ കൊണ്ടാടുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആയിക്കുടിയമ്മ എല്ലാവർക്കും നല്ല മംഗളകരമായ കാര്യങ്ങളും നമുക്ക് വേണ്ടുന്ന എല്ലാ ആധ്യാത്മികമായിട്ടുള്ള ഉദ്ദീപനങ്ങളും നൽകുന്ന ഒരു ശക്തിയായിട്ട് ഇന്നും പരിലസിക്കുന്നു. ആ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ. നമസ്തേ.